अस्सलामु अलैकुम वरहमतुल्लाहि वबरकातु। अऊदु बिल्लाहि मिनश शैत्वानिर रजीम। बिस्मिल्लाहिर റഹ്മാനിർ റഹീം। അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ। ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ നമ്മുടെ ദിക്റിന്റെ തസ്ബീഹിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഉമ്മമാരെ ഉപ്പമാരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ സലാമത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കരുണ കിട്ടുന്ന, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ബറക്കത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ പരിപാവനമായ റജബ് മാസത്തിൻ്റെ 8ാമത്തെ രാവിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാ, നാളെ 8ാമത്തെ പകലാണ്. അതായത് ആദ്യത്തെ 10 ദിവസങ്ങൾ കഴിയാൻ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണുള്ളത്. നമ്മൾ ഒരുപാട് തസ്ബീഹുകൾ പറഞ്ഞു, സ്വലാത്തുകൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പറഞ്ഞു, ഇസ്തിഗ്ഫാർ പറഞ്ഞു, സ്വലാത്തുകൾ, ഒരുപാട് നന്മകൾ ചെയ്തു, ഒരുപാട് പേര് നോമ്പ് പിടിച്ചു. എല്ലാം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ മജ്ലിസിൽ ആരൊക്കെ ദ്വാരക്കാൻ പറഞ്ഞു? ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മുടെ മജ്ലിസിൻ്റെ അവസാനത്തിൽ നമ്മൾ ദ്വാരക്കും. പിന്നെ 2-3 ആളുകൾ ചോദിച്ചിരുന്നു, ഉസ്താദേ ഞങ്ങൾക്ക് നൈറ്റാണ് ജോലിയുള്ളത്, നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ ഉസ്താദിൻ്റെ ഈ മജ്ലിസ് ഞങ്ങൾക്ക് മഗ്രിബിന് ശേഷം കാണാൻ പറ്റൂല, ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റൂല. പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങൾ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുന്നത്. അപ്പോൾ പിറ്റേന്ന് പകൽ, അതായത് നാളെ പകൽ ഈ ഇന്നത്തെ രാത്രിയിലെ മജ്ലിസ് കണ്ടാൽ മതിയോ, ഞങ്ങൾ ചൊല്ലിയാൽ മതിയോ, ഞങ്ങൾക്ക് കൂലി കിട്ടുമോ? കൂലി കിട്ടും, ഒരു കുഴപ്പമില്ല. അതായത് ഇന്നത്തെ മജ്ലിസ് നമ്മൾ ഈ സമയത്ത് നമ്മുടെ മജ്ലിസ് തുടങ്ങുന്നു എന്ന് മാത്രം. ഈ മജ്ലിസ് നിങ്ങൾക്ക് ഇശാ നമസ്കാരത്തിന് ശേഷം നിങ്ങൾക്ക് പങ്കെടുക്കാം. അല്ലെങ്കിൽ 9 മണിയോ 10 മണിയോ 11 മണിയോ എപ്പോഴാണോ നിങ്ങൾക്ക് പറ്റുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഇന്ന് രാത്രി നിങ്ങൾക്ക് എന്തെങ്കിലും തിരക്കായി, എന്തെങ്കിലും യാത്രയിലായി പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും കല്യാണത്തിൻ്റെ ഒരു തിരക്കാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നാളെ പകൽ സമയമുണ്ടല്ലോ, പകൽ ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കാം. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാം. ഇപ്പോൾ പല ഭർത്താക്കന്മാരും ചില പരാതി പറഞ്ഞു, അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് വീണ്ടും പറയുകയാണ്. രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ സുബൈദ ഇച്ചിരി വെള്ളം താടി, ഓ നിൽക്കവിടെ, ഞാനിപ്പോൾ മജ്ലിസിലാണ്. അങ്ങനെ എന്താണ്, ഞാൻ മജ്ലിസിലാണ്, ഞാൻ ദുആ മജ്ലിസിലാണ്, ദിക്ർ മജ്ലിസിലാണ്, അവിടെ നിൽക്ക്, അങ്ങനെയൊന്നും പറയരുത്. കാരണം ഈ ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലുന്നതിനേക്കാൾ നമ്മൾ പ്രാധാന്യത്തോടു കൂടി കാണേണ്ടത് നമ്മുടെ കുടുംബത്തെയാണ്. നിങ്ങളതൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അങ്ങനെയൊന്നും അശ്രദ്ധമായി പോവാറില്ല, അതൊക്കെ അറിയാം, എന്നാലും ഒന്ന് ഉണർത്തി തന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ മജ്ലിസ് കൊണ്ട് മറ്റുള്ളവർക്കൊരു ഉപദ്രവം ഉണ്ടാവരുത്. അതായത് നമ്മളിത് കേട്ട് ഇപ്പോൾ നമ്മുടെ മജ്ലിസ് കാണുന്നു, ഇത് കഴിഞ്ഞിട്ട് വേറെ ഉസ്താദിൻ്റെ മജ്ലിസ് കേൾക്കുന്നു, പിന്നെ അപ്പുറത്തെ മജ്ലിസിൽ പോകുന്നു, ഇതിങ്ങനെ മജ്ലിസ്, വീട്ടിൽ ചായയും കഞ്ഞിയും ഒന്നുമില്ല. അങ്ങനെ ആവരുത്. മക്കൾ പട്ടിണി, ഭർത്താവ് പട്ടിണി, അങ്ങനെ ആവരുത്. പിന്നെ ഉപ്പമാരോട് പറയാനുള്ളത്, നമുക്ക് നമ്മുടെ കുടുംബത്തോടും ബാധ്യതയുണ്ട്. നമ്മുടെ കച്ചവടം, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെയാണ് ഈ ദിക്റിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കേണ്ടത്, ഇതുപോലുള്ള സ്വലാത്തുകൾ ചൊല്ലേണ്ടത്. നമ്മളതൊക്കെ ചൊല്ലുക. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ മക്കളോട്, ഭാര്യയോട് ചില ബാധ്യതകളൊക്കെ ഉണ്ട്, അവരോട് ഒരുപാട് കടമകളുണ്ട്. അതൊക്കെ നമ്മൾ മറന്നു പോവാതിരിക്കുക. ഈ കാര്യം ശ്രദ്ധിക്കണം. പെണ്ണാണെങ്കിലും ആണാണെങ്കിലും നമ്മുടെ കുടുംബാദികളോട്, നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്നവരോട് ഒരുപാട് ബാധ്യതകളുണ്ട്. അതൊക്കെ നിർവഹിക്കുന്നതോടൊപ്പം തന്നെയാണ് അള്ളാഹുവിലേക്ക് നമ്മൾ ഇസ്തിഗ്ഫാർ പറയുന്നതും ഈ ഒരു ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലേണ്ടത് കേട്ടോ. ഇത് മാത്രമായി പോയാൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടൂല, അതുമാത്രമായാലും ഇഷ്ടപ്പെടൂല, ഇതും വേണം. അപ്പോൾ രണ്ടും ഒരേ രൂപത്തിൽ കൊണ്ടുപോകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും റാഹത്തും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റജബ് മാസത്തിൻ്റെ എല്ലാ ബർക്കത്തും അള്ളാഹു തആല നമുക്കും, നമ്മുടെ കുടുംബാദികൾ, നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ സാമൂഹിക ജീവിതം, നമ്മുടെ കച്ചവടം എല്ലാത്തിനും അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് റജബ് മാസത്തിൻ്റെ മുഴുവൻ പുണ്യങ്ങളും നേടാൻ നമുക്ക് ഇൻഷാ അല്ലാഹ് കുറച്ച് ദിക്റും തസ്ബീഹും ഒക്കെ നമുക്ക് പറയാം, പ്രത്യേകം ദുആരക്കാം. അതോടൊപ്പം തന്നെ നാളെ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ഒരു പുണ്യമായ വ്യാഴാഴ്ച പകലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ പ്രത്യേകം നോമ്പുകാരായിരിക്കാൻ പറ്റുന്നവർ ശ്രദ്ധിക്കുക. എല്ലാ മാസത്തിലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പ് പിടിക്കൽ വളരെ പുണ്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നാളെ വ്യാഴാഴ്ചയാണ്, റജബ് മാസമാണ്, ഒരുപാട് പുണ്യങ്ങളാണ് നാളത്തെ നോമ്പിനുള്ളത്. അപ്പോൾ നാളത്തെ നോമ്പിന് 3 നിയ്യത്ത് നമുക്ക് വെക്കാം. ഇന്നത്തെ രാത്രി ഇപ്പം തന്നെ നിങ്ങൾ നിയ്യത്ത് വെച്ചോ. ഒന്നാമത്തെ നിയ്യത്ത്, റജബ് മാസത്തിൽ നിന്നുള്ള സുന്നത്തായ ഒരു നോമ്പ് അള്ളാഹു തആലാക്ക് വേണ്ടി പിടിക്കുന്നു. രണ്ടാമത്തെ നിയ്യത്ത്, വ്യാഴാഴ്ച ദിനത്തിലെ സുന്നത്തായ നോമ്പ് അള്ളാഹു തആലാക്ക് വേണ്ടി പിടിച്ചുവിടുന്നു. മൂന്നാമത്തെ ഒരു നിയ്യത്ത് ഇപ്പം തന്നെ വെച്ചോണം,
നഷ്ടപ്പെട്ടു പോയ റമദാൻ മാസത്തിലെ ഒരു ഫർളായ നോമ്പ് ഇതിൻ്റെ കൂടെ ഞാൻ പിടിച്ചു വീടുന്നു, ഖളാ വീട്ടുന്നു. ഇങ്ങനെ 3 നിയ്യത്ത് വെച്ചാൽ ഒറ്റ നോമ്പ് കൊണ്ട് 3 നോമ്പിൻ്റെ പ്രതിഫലം ഇൻഷാ അല്ലാഹ് നാളത്തെ ഒരു നോമ്പ് കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിയ്യത്ത് മറന്നു പോവേണ്ട. നാളെ നോമ്പുകാരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദിക്ർ ഔറാദുകൾ അധികരിപ്പിക്കുക. നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുക്കുക. മജ്‌ലിസ് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പരിശുദ്ധമായ റജബ് മാസത്തിൽ ഇസ്തിഗ്ഫാർ കൂടുതൽ അധികരിപ്പിക്കണം. അല്ലാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞാലോ ഇസ്തിഗ്ഫാർ? പറഞ്ഞോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം. 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 കടലിന്റെ നുരയോളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു പുറത്തു തരുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള അള്ളാഹുവിന് ഇഷ്ടമുള്ള പുണ്യമായ ഒരു ദിക്റുണ്ട്. നമുക്കറിയാവുന്നതല്ലേ? അതൊക്കൊന്ന് പറഞ്ഞാലോ? പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു
ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു തആല നമുക്ക് ബർക്കത്ത് ചെയ്യണം. ഏതിലൊക്കെ ബർക്കത്ത് ചെയ്യണം? നമ്മുടെ ഭാര്യമാരിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ഇടപെടലിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ കച്ചവടങ്ങളിൽ, എല്ലാത്തിലും അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ടാവണം. നമുക്കതൊന്ന് ചോദിച്ചാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്വാജിനാ വ ഔലാദിനാ വ അംവാലിനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്വാജിനാ വ ഔലാദിനാ വ അംവാലിനാ യാ റബ്ബൽ ആലമീൻ. اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين. اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين. اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين. اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين. اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين. اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين. اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين. اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين. اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين. اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين. اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين. اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين. اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين. اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين. اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين. മീസാൻ എന്ന തുലാസില് നന്മയുടെ തട്ട് വേഗത്തിൽ ഭാരം കൊണ്ട് തൂങ്ങാൻ പറ്റിയ
വേഗത്തിൽ ഭാരം കൊണ്ട് നിറയുന്ന ഒരു ദിക്റുണ്ട്. അതൊന്ന് പറഞ്ഞാലോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ തരത്തിലുള്ള കടങ്ങളും അതുപോലെ തന്നെ പ്രയാസ പ്രശ്നങ്ങളും റബ്ബ് മാറ്റി തരട്ടെ. ആമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാൻ പുതുക്കാൻ, നമ്മുടെ നാവ് കൊണ്ട് പറയാൻ എളുപ്പമുള്ളത്, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ ഈമാൻ ഒരുപാട് കണ്ട് അധികരിക്കാനും നമുക്ക് ഇഖ്ലാസോടുകൂടി ജീവിച്ച് അവസാനം കെലിമ ചൊല്ലി മരിക്കാനും പറ്റണം. ഏത് ഖൗല് കൊണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകം കൊണ്ട്. അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റുകളുടെ നേതാവാണ്, സയ്യിദുൽ അദ്കാറാൻ, ദിക്റുകളുടെ നേതാവാൻ. നമുക്കൊന്ന് പറഞ്ഞാലോ? ഈ റജബ് മാസത്തിൽ ഈ ദിക്റ് പറയുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവിധത്തിലുള്ള നന്മകളും ബറക്കത്തുകളും നൽകട്ടെ. ആമീൻ. പറഞ്ഞോ? ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
لا إله إلا الله 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 لا إله إلا الله. ഇനി റജബ് മാസത്തിന്റെ എല്ലാ ദിവസവും 70 വട്ടം ആവർത്തിച്ച് പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മെ കാത്തിരിക്കുന്ന ഒരു ദിക്റുണ്ട്. നമുക്കതൊന്ന് പറഞ്ഞാലോ? ഒരുപാട് നേട്ടങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പറയാം. അല്ലാഹുമ്മ ഗുഫിർലി വർഹംനി വതുബ് അലയ്യ. പറഞ്ഞോ, അല്ലാഹുമ്മ ഗുഫിർലി വർഹംനി വതുബ് അലയ്യ. 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 അല്ലാഹുമ്മ ഗുഫിർലി وارحمني وتب علي. اللهم اغفر لي 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 وارحمني وتب علي. 10 ലക്ഷം പാപങ്ങൾ വരെ ഒരൊറ്റ പ്രാവശ്യം പറയൽ കൊണ്ട് പൊറുത്തു തരുമെന്ന് ഒരുപാട് മഹത്തുക്കൾ, ഒരുപാട് മശായിഖന്മാർ, ഒരുപാട് മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയ അത്ഭുതപ്പെടുത്തുന്ന ഒരു ദിക്റുണ്ട്.
നമുക്കതൊന്ന് പറഞ്ഞാലോ? ഈ റജബ് മാസത്തിൽ തന്നെ നമ്മുടെ എല്ലാ തെറ്റുകളും അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് നമുക്ക് തൗബ ചെയ്യണം, നമുക്ക് പൊറുപ്പിച്ചെടുക്കണം. അതിന് പറ്റിയൊരു ദിക്റാണ്, ഒരു തസ്ബീഹാണ് നമ്മൾ പറയാൻ പോകുന്നത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹ് ഉസ്താദ്, ഇത് വലിയ പ്രയാസമുള്ളതാണല്ലോ എന്ന് തോന്നിയേക്കാം. പക്ഷേ ഇത് വളരെ സിമ്പിളാണ്. ഒരു പ്രയാസവുമില്ല നമുക്ക് പറയാൻ. ആദ്യം കേൾക്കുമ്പോൾ ഇച്ചിരി പ്രയാസം പോലെ തോന്നിയേക്കാം, പക്ഷേ അത് വളരെ എളുപ്പമാണ്. നമ്മുടെ 10 ലക്ഷം പാപങ്ങൾ ഒരൊറ്റ പ്രാവശ്യം പറയുമ്പോൾ തന്നെ പൊറുക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ സ്വലാത്തിന്റെ, ദിക്റിന്റെ, തസ്ബീഹിന്റെ, ഈ അദ്കാറുകളുടെ ഈ മജ്ലിസ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടും സ്വീകരിക്കും. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം ഈ ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നത് ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് ഉപ്പമാരുണ്ട്, ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങൾ അല്ലേ? അവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് വലിയ ഒരു അത്താണിയാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അവരൊക്കെ പറയുന്ന ഒരു ആമീനിന്റെ ആ ഒരു പവർ കൊണ്ടായിരിക്കാം നമ്മളൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ സ്വലാത്തിന്റെ മജ്ലിസിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ രാവിലത്തെ ക്ലാസ്സുകളിലൊക്കെ നമുക്കിങ്ങനെ പറയാനുള്ള ആവേശം, ആർജവം തരുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ ദുആയാണ്, നമ്മുടെ സപ്പോർട്ടാണ് നമ്മുടെ ഈ ചാനലിന്റെ വളർച്ച. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഈ കൂട്ടായ്മ നീ പരിപൂർണമായി സ്വീകരിക്കണേ. അല്ലാഹ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, അതുപോലെ പ്രശ്നത്തിലായവരുണ്ട്, കള്ളക്കേസുകളിൽ കുടുങ്ങിയവരുണ്ട്. എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും അല്ലാഹുവേ ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ മാറ്റിത്തരണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് പതിവ് പോലെ സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ് സൂറത്ത് 3 പ്രാവശ്യം, സൂറത്തുൽ ഫലക്ക്, അതുപോലെ സൂറത്തുൻ നാസ്, ഇതൊക്കെ നമുക്ക്
ഓരോ വട്ടം ഓതി, സൂറത്തുൽ ഇഖ്ലാസ് 3 വട്ടം ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മജ്ലിസിനെ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ മജ്ലിസിൽ ആരൊക്കെ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ ദുആരക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ദുആയിനെ സ്വീകരിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. അർഹമുർ റഹീമീനായ കരുണയുള്ള റബ്ബേ, രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാണ്. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഒറ്റക്കും കൂട്ടായി ചെയ്തു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹുവേ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ഹക്ക് കൊണ്ട് അല്ലാഹു ഞങ്ങൾ ചൊല്ലിയ ഒരുപാട് ദിക്റുകളുണ്ട്, ഒരുപാട് തസ്ബീഹുകളുണ്ട്, സ്വലാത്തുകളുണ്ട്, ഇസ്മുകളുണ്ട്. അതിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, കൂട്ടുകാർ, നാട്ടുകാർ എല്ലാവർക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കണേ അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളൊക്കെ മരിക്കാനുള്ളവരാണ്. ഞങ്ങൾ മരിച്ച് ഞങ്ങളുടെ ഖബറിലേക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഖബർ നീ വിശാലമാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഈ മജ്ലിസ്, ഞങ്ങളുടെ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. പരിശുദ്ധമായ റജബ് മാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. റജബിൽ അല്ലാഹുവേ, നിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഒരുപാട് ബറക്കത്തിനെ ചോദിച്ചല്ലോ, ഞങ്ങളും ചോദിക്കുകയാണ് റബ്ബേ. ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ ബറക്കത്ത് തരണേ അല്ലാഹ്. ശഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. റമളാൻ മാസത്തിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഈ റജബ് മാസത്തെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് തരണേ അല്ലാഹ്. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വീട് ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സ്വന്തമായി വീട് പണിയാൻ ഉദ്ദേശിക്കുന്നു പക്ഷെ പണി തീർന്നിട്ടില്ല, ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അവർക്കെല്ലാവർക്കും അനുയോജ്യമായ വീട് നീ കൊടുക്കണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ഖൈറായ ഇണകൾ അവർക്ക് നീ കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, റഹീമായ അല്ലാഹ്, പരിശുദ്ധമായ ഈ റജബ് മാസം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാഹ്.
അല്ലാഹുവേ ഞങ്ങളെല്ലാവരും മരണപ്പെട്ട് ആരടി മണ്ണിൽ ഖബറിൽ കിടക്കുമ്പോൾ ഈ റജബ് മാസം ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാ, ഒരു പ്രകാശമാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈമാൻ തരണേ അല്ലാ, ഇഖ്ലാസ് തരണേ അല്ലാ, തഖ്വ തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, വഴിപിഴച്ചു പോകുന്നതിന് തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളൊക്കെ വയസ്സായി ഒന്നിനും പറ്റാതെ കഴിയുന്ന സമയത്ത് ഞങ്ങളെ പൊന്നുപോലെ നോക്കുന്ന മക്കളാക്കി മാറ്റണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മറ്റുള്ളവർക്ക് ഭാരമാകുന്ന നിലയിൽ ഞങ്ങളെ ഇട്ട് നീ നരകിപ്പിക്കല്ലേ അല്ലാ. ഖൈറായ സമയത്ത് ഖൈറായ രൂപത്തിൽ ഞങ്ങൾക്ക് നീ നല്ല മരണം തരണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി കലിമ പറഞ്ഞു മരിക്കാനുള്ള മഹാസൗഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്, ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ, പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് സഹോദരിമാരും സഹോദരങ്ങളും ദുആ വസിയത്ത് പറയാറുണ്ട്, പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, അവരുടെ എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഒരുപാട് വിഷമങ്ങളുള്ളവരുണ്ട്, സങ്കടങ്ങളുള്ളവരുണ്ട്, നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഒരുപാട് മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, എല്ലാ പ്രയാസ പ്രശ്നങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് കേട്ടുകേൾവിയില്ലാത്ത ഒരുപാട് രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ്. അല്ലാഹുവേ, മരുന്നില്ലാത്ത രോഗങ്ങളാണ്, പേരില്ലാത്ത രോഗങ്ങളാണ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ പുണ്യമായ ഈ ദിനരാത്രങ്ങളുടെ ബറക്കത്ത് കൊണ്ട് റബ്ബേ എല്ലാ രോഗങ്ങളെ തൊട്ടും നീ കാക്കണേ അല്ലാ. ആർക്കെല്ലാം എന്തെല്ലാം അസുഖങ്ങളുണ്ടോ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് പേര് പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സഹോദരി അവരുടെ നരമ്പിന്റെ പ്രശ്നങ്ങൾ, ന്യൂറോ പ്രശ്നം പറഞ്ഞ് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ട് മാറാൻ ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. കിഡ്നി രണ്ടും ഫെയിലാണ് ഉസ്താദേ, അത് ഓപ്പറേഷൻ നടക്കുകയാണ്, ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. ഫാറ്റി ലിവർ വന്നിട്ട് വലിയ പ്രശ്നമാണ് ഉസ്താദേ, ദുആരക്കാൻ പറഞ്ഞവർ. ഇങ്ങനെ ഒരുപാട് ദുആ വസിയത്ത് ഓരോ ദിവസവും പലരും പറയാറുണ്ട്. എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങൾ കഴിക്കുന്ന മരുന്നുകളിൽ നീ ശിഫ തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, അങ്ങനെ ഒരുപാട് പേര് ദുആ വസിയത്ത്, പ്രത്യേകിച്ച് കടങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന് കടമാണ് ഉസ്താദേ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, അതുപോലെ തന്നെ ലോണിൽ കുടുങ്ങിപ്പോയ ആളുകളുണ്ട്, വീട് ജപ്തിയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. റഹ്മാനെ, എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണേ അല്ലാ. കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. കടങ്ങൾ വേഗത്തിൽ വീട്ടാനുള്ള വഴികൾ നീ തുറന്നു തരണേ റഹ്മാൻ. അല്ലാഹു, ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകളൊക്കെ വരികയാണ്. പലരുടെയും പരീക്ഷ കഴിഞ്ഞു, ഇനിയും പരീക്ഷ എഴുതാനുള്ളവരുണ്ട്, അതുപോലെ ഇന്റർവ്യൂവിന് പോകുന്നവരുണ്ട്. അല്ലാഹുവേ, നീ ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ, ഉന്നതമായ വിജയം തരണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ ദുആഇനെ നീ പരിപൂർണമായി സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഓരോ വീഡിയോകൾക്ക് താഴെയും ആയിരക്കണക്കിന് ആളുകളാണ്, ഓരോ ഉമ്മമാരും ഓരോ ഉപ്പമാരും വളരെ പ്രയാസപ്പെട്ട് അവരുടെ മനസ്സിന്റെ വിഷമങ്ങൾ ഇങ്ങനെ തുറന്നു പറയുന്നുണ്ട്, മനസ്സിന്റെ ആഗ്രഹങ്ങൾ പറയുന്നുണ്ട്. എല്ലാം നീ കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ് റബ്ബേ. കരുണയുള്ള അല്ലാ, റഹ്മാനായ അല്ലാ, റഹീമായ അല്ലാ, വദൂദായ അല്ലാ, ജബ്ബാറായ അല്ലാ, സത്താറായ അല്ലാ. റഹ്മാനെ പടച്ചവനെ, ആരെല്ലാം എന്തെല്ലാം വിഷമങ്ങൾ പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ, എഴുതിയിട്ടുണ്ടോ, അവരുടെ വിഷമങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അവരുടെ സങ്കടങ്ങൾ നീ ദൂരീകരിക്കണേ അല്ലാ. അവരുടെ മനപ്രയാസങ്ങൾ, ശാരീരികമായ മാനസികമായ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ആരെല്ലാം എന്തെല്ലാം കമന്റ് എഴുതിയെന്ന് നിനക്കറിയാം റബ്ബേ. അവരുടെ മനസ്സിന്റെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും നീ സന്തോഷവും സമാധാനവും കൊടുക്കണേ അല്ലാ. മണിക്കൂറുകളോളം വായിച്ചാൽ പോലും തീരാത്ത കമന്റുകൾ എഴുതുന്ന അല്ലാഹുവേ, ഉമ്മമാരെ ഉപ്പമാരെ നീ കബൂൽ ചെയ്യണേ അല്ലാ. അവരുടെ മനസ്സിന്റെ വിഷമങ്ങൾ നീ കണ്ട് പരിഹാരം കൊടുക്കണേ അല്ലാ. പരിശുദ്ധമായ റമളാൻ മാസത്തിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തൗഫീക്ക് തരണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ, തട്ടിക്കളയല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നിഅമത്തുകളും നീ വാരിക്കോരി തരണേ അല്ലാ. നിന്റെ പരീക്ഷണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ
മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നമ്മുടെ ഇന്നത്തെ മജ്‌ലിസ് അവസാനിച്ചു. നാളെയും നമ്മുടെ ദിക്റിൻ്റെ മജ്‌ലിസ് ഉണ്ടാകും. കഴിയുന്നവരൊക്കെ പങ്കെടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, നമ്മളെ സന്തോഷിപ്പിക്കുമാറാവട്ടെ. എല്ലാവരും പരസ്പരം ദുആരക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.